ഒരു എഞ്ചിനീയർ, ഡോക്ടർ, മെഡിക്കൽ പ്രൊഫഷൻ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കാൻ പറ്റുന്ന നല്ല 10 കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് തിങ്ക് ചെയ്യാം. ഇതിനേക്കാൾ കൂടുതലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. 1, നമുക്കൊരു പൈലറ്റ് ആകാം എന്ന് നമുക്ക് ലക്ഷ്യം വെക്കാം. എങ്ങനെയാണ് പൈലറ്റ് ആകേണ്ടത്? NDA എക്സാമിനേഷൻ എഴുതി നമുക്ക് പൈലറ്റ് ആകാം. ഏവിയേഷൻ കോഴ്സസ് പഠിച്ചിട്ട് നമുക്ക് പൈലറ്റ് ആകാം. ഇതേപോലെ മുന്നോട്ട് പോകുന്ന 9 കോഴ്സുകളും ഏത് വഴിയിലൂടെ കൃത്യമായിട്ട് അത് അച്ചീവ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു കോഴ്സ് നമുക്ക് നോക്കാം. ഒരു ടീച്ചർ ആകേണ്ട ഡെസിഗ്നേഷനിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം CA എന്ന ഡെസിഗ്നേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന ഡെസിഗ്നേഷൻ. നാലാമതായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ലോയർ എന്ന ഡെസിഗ്നേഷൻ. അഞ്ചാമതായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒരു സിവിൽ സർവന്റ് എന്ന ഡെസിഗ്നേഷൻ. അത് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളതല്ല കേട്ടോ. അതിനേക്കാളുപരി UPSC എക്സാമിനേഷനൊക്കെ എഴുതി IAS-ഉം IPS-ഉം IFS-ഉം IRS-ഉം നേടുന്നത് പോലത്തെയുള്ള ബെസ്റ്റ് ഡെസിഗ്നേഷൻസ്. ഇനി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡെസിഗ്നേഷനാണ് സയന്റിസ്റ്റ് എന്ന ഡെസിഗ്നേഷൻ. എങ്ങനെയാണ് അതിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കണ്ടേ? ഇതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല ഡെസിഗ്നേഷനാണ് നേഴ്സ് എന്ന ഡെസിഗ്നേഷൻ. ഇനിയും നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒരു ബിസിനസ് മാൻ എന്ന ഡെസിഗ്നേഷൻ. 9th ഡെസിഗ്നേഷനായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒരു AI സയന്റിസ്റ്റ്. ഇനിയുള്ള കാലം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം. ദെൻ 10ാമതായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒരു ആക്ടർ എന്ന ആർട്ടിസ്റ്റ് മേഖലയിലെ വിവിധ സാധ്യതകളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം. ഈ 10 സാധ്യതകളിൽ എത്താൻ എന്തൊക്കെ കോഴ്സുകൾ, ഏതൊക്കെ ക്യാമ്പസുകളിലൂടെ നമുക്ക് എത്തിച്ചേരാമെന്ന് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സാധ്യതകൾ കൂടാതെ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.